അപ്പോഴേ നമ്മളെ ഈ കൊല്ലത്തെ അവസാനത്തെ പാമ്പ് അല്ലേ? അവസാനത്തെ പാമ്പ് ആരെ വീട്ടിൽ തരുന്നത്? എന്റെ ഫ്രണ്ടിന്റെ വീട് ഇഷാം. വീട്ടുപേരും തരുന്നു മാടമ്പിൽക്കളത്തിൽ ഇഷാം കാക്കാന്റെ വീട്ടിൽ നിന്നാണ് ഈ വർഷത്തെ അവസാനത്തെ പാമ്പിനെ നമ്മൾ പിടിക്കുന്നത്. ഇനിയിപ്പോ പറയാൻ പറ്റില്ലല്ലേ 12 മണിക്ക് ശേഷം പാമ്പ് വരുമെന്നുള്ളത്. ഞങ്ങളെല്ലാരും ന്യൂ ഇയർ ഒക്കെ കൊള്ളാക്കിയും കൊണ്ട് ഇപ്പൊ ഉള്ള ഒരു പാമ്പ് കൊടുത്താൽ മതി. എന്തായാലും ന്യൂ ഇയർ അല്ലേ ആ ഒരു വെടി പൊട്ടണ മുന്നായിട്ട് നമ്മള് അപ്പോഴേ നമ്മളിപ്പോ ചക്കരമൂല വാങ്ങല്ലേ? ചക്കരമൂല തിരൂരിന്റെ അവിടുന്ന് അത്യാവശ്യം ഒരു 5-8 കിലോമീറ്റർ ഉണ്ടാവും. അവിടുന്ന് താഴെപ്പാലത്തുനിന്ന് ഓക്കെ 4 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നെ ചക്കരമൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അയ്യപ്പൻകാവ് അല്ലേ? അപ്പൊ ഇഷാമൻ എവിടെ മുതലാളി എവിടെ? അപ്പൊ ഗൾഫിലുള്ള ആളോട് പ്രത്യേകം അല്ലേ? അപ്പോഴേ നമ്മള് സമയം കളയണില്ല. ഇവിടെ എല്ലാരും ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള ഒരു തിരക്കിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതായത് ആളിരിക്കുന്നത് ഇവരെ വിറകുപരയിലാണ്. അടുക്കളയും വിറകുപരയും ഒക്കെ ഒരേപോലെയുള്ള ഒരു ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ അവർ കുറച്ച് വിറകൊക്കെ മാറ്റിയിരിക്കുന്നത്. എന്നാലും വിറകുണ്ട്, നടക്കുന്ന വഴിയിൽ മൊത്തം വിറകുണ്ട്. ഒക്കെ മാറ്റിയിട്ട് വേണം പിടിക്കാൻ. അപ്പോൾ നമ്മളെ റെസ്ക്യൂവിലേക്ക് പോകാല്ലേ? ഓക്കെ ഇരുട്ടി കൂടെ ഒക്കെ നമ്മൾ പോണേടാ നോക്കി നടക്കട്ടാ. പിന്നെ നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിലുള്ള വിറകൊക്കെ മാറ്റണം കേട്ടോ. ഇവിടെ ഭയങ്കര ആരവാണ്. ഇടയ്ക്ക് ഇറങ്ങണം ഉത്തേ. എന്നാ ഈ ചേറുകൊണ്ടിക്കോ ചേറുകൊണ്ടിക്കോളി. പ്രകൃതിയായിട്ടുള്ള വിറകെടുക്കലാട്ടോ അവിടെ. എടുത്തല്ല നമുക്ക് നടക്കൂലട്ടോ. അതായത് ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊല്ലം നിന്നെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ അടുത്തൊല്ലം വിളിക്കണ്ടേ, കഴിയട്ടെ. അപ്പൊ അതുകൊണ്ട് അവര് വിളിച്ചല്ലേ നമുക്ക് കാര്യം നടക്കൂല കേട്ടോ. കൈയിട്ട് നേരാക്കല്ലേ അവിടെ ഇവിടെ എന്തോ കണക്ഷൻ ലൂസ് കണക്ഷൻ ഉണ്ട്. എവിടെ അവനും ഇവിടെ ഇതാക്കണ്ടാ. ആരെങ്കിലും ഒരാള് തിരിപ്പിടിച്ചാൽ ചെയ്യുമ്പോ ഇതെന്നാ വയ്ക്കാൻ നോട്ടെ. അപ്പൊ ഊര് തിരിച്ചിട്ട് നോക്കാം. ബൾബിന്റെ അതിനുള്ളത് സാധനം ഉണ്ടല്ലോ. ഞാൻ എന്നോട് പറഞ്ഞല്ലേ തള്ളണ്ടാന്ന്. ഓം കുട്ടിച്ചാത്ത കപ്പലുമായി വരട്ടെ. അയിമക്കില്ല ഇങ്ങനെ തൊട്ടടിക്കുക. കൈ നോക്ക്, ആരുടെ കൈ ഇതൊക്കെ നിങ്ങൾ വിചാരിച്ച പോലെ അല്ല. ഞാൻ അതിന്റെ എവിടെ പിടിക്കണ്ട? അണ്ണാക്കിലാണോ പിടിക്കേണ്ടത്? അതിന്റെ ടൂൾസ് നിങ്ങൾ എന്താന്നറിയോ? ഇവിടുത്തെ ആളെണ്ണം കുറച്ച് തരണം. വെക്കുന്നത് ഇവിടെ ഒരറ്റം തൂങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ നിക്കൂല, ഇവിടെ ഇല്ല. ഞങ്ങളുടെ
ജിഗോ ഞങ്ങൾ തീരുമാനിക്കും. എടാ ഇത് കണ്ടില്ലതായിട്ട് പറയണത് മാറ്റിയടോ തുണി വെക്കാൻ വിചാരിച്ചിരിക്കുന്നു. പറ്റൂല. നിങ്ങളൊന്നിക്കതില് അതല്ല കഥ. അപ്പോഴേ നമ്മളാളുള്ളത് ഇവിടെ എന്നൊക്കെ അവര് പറയുന്നുണ്ട്. എടാ ഷോക്ക് അടിക്കൊന്നുമില്ലല്ലോ. എടാ മക്കളെ സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കല്ലിട്ടാ. അങ്ങോട്ട് ശ്രദ്ധിച്ചതിന്റെ തൊണ്ട മൊത്തം സൗണ്ട് ഉണ്ടാക്കണ പറഞ്ഞു കേക്ക്. ഇനി ഒന്ന് സമാധാനമായിട്ട് നിൽക്കും. ഞാൻ ഒന്ന് പിടിച്ചോട്ടതിനാ. പിടിച്ചിട്ട് നമുക്ക് അടുത്ത കോമഡി. ചെങ്ങായി ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നതാവോ വേറെ കാര്യം ആരോട് എന്നോടാ? ഞാൻ അങ്ങനെ തന്നെയാണ്. ഇതാ രസം. ആ ഞാൻ അങ്ങനെ സംസാരിക്കും. മുണ്ടല്ലിതാ നിങ്ങളോടല്ല പുറത്തുനിന്ന്. എടാ പാമ്പ് പോയാ മൂർക്കനല്ലേ നമ്മളാളിതവിടെ പൊട്ട അങ്ങോട്ട് കേറിക്ക്. തമാശ എടാ അവിടുന്ന് മാറിക്ക് അവിടുന്ന് മാറിക്ക്. സൗണ്ട് ഉണ്ടാക്കല മലയാളത്തിലല്ലേ പാട്ടുമാക്കല്ലേ ഇപ്പൊ ഇതിനൊന്ന് പിടിക്കണ ഒച്ചപ്പാടുണ്ടാക്കില്ല. ആ തുണിമ ചവിട്ടല്ലേ അവിടുന്ന് മാറിക്ക്. പറഞ്ഞേക്ക് സൈഡ് ആളുകൾ നോക്കാൻ ഈ സൈഡ് നോക്കാൻ പറയില്ല. എടാ ഈ സൈഡിൽ ആരാ നിക്കണ അവരോട് മാറാൻ പറ. അവിടുന്ന് മാറിട്ടോ. സജേട്ടാ സേഫാണ്. പാമ്പേതാണേ എന്തായതുകൊണ്ടേ തക്കൂട് പോയിട്ടാ നീ പറയണ്ട. ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞില്ലേ? അപ്പോഴേ നമ്മള് അൻവർ കാക്കാന്റെ സ്വന്തം പാമ്പിനെ അല്ലേ? സ്വന്തം എന്താ പറയാ
സ്വന്തം പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ എല്ലാവരും മാനത്തൊക്കെ കയറിയിരിക്കുന്നുണ്ട്, ആൾക്കാരുണ്ട്. ഇപ്പുറത്തും ഉണ്ട് നമ്മളെ ചങ്കുകളാണ്, എന്താ പറയാ കട്ടക്ക് നിൽക്കുന്ന ആൾക്കാരാട്ടോ. അത് വേറെ കാര്യം. ഓരോ ഭാഗത്ത് എത്തുമ്പോഴാണ് ഇവർ ഇവിടെ ഉള്ളതൊക്കെ അറിയണത് അല്ലേ. അപ്പൊ എന്തായാലും ഇവിടെ നമ്മൾ അന്നത്തെ ക്യാമറമാനെ അപ്പൊ നമ്മളന്നത്തെ ക്യാമറമാനെ എന്ത് പേരുന്നത് സൈദുകാക്കായിരുന്നു ക്യാമറമാനെ. പഠിച്ചവർക്ക് അറിയാൻ അവർക്ക് ന്യൂ ഇയറിന് പോകാനുള്ള കാരണം അതൊക്കെ കാണില്ല. അതിനൊന്നും ആയിട്ടുള്ളൂ, ഇനിയുണ്ട് ടൈം. അപ്പോഴേ ഇനി എന്തായാലും പറയാൻ നിങ്ങൾക്ക് നമ്പർ നമ്പർ മാടമ്പി സുഹൃത്താതെ സുഹൃത്താതൊക്കെ നമ്മളെ സ്വന്തം പേരിലും നമ്മളെ പാമ്പിന്റെ പേരിലും പ്രത്യേകം അപ്പൊ നമ്മൾ ഒന്ന് ന്യൂ ഇയർ ആണ്. അതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ അല്ലേ നമ്മളെ ലൈഫിൽ നിന്നല്ല എല്ലാവരുടെ ലൈഫിലും ഉണ്ടായി. നമ്മളെ വയനാട് ദുരന്തം, അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് നല്ലൊരു വർഷമാവാൻ പ്രാർത്ഥിക്കുക അല്ലേ, ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു പുതുവത്സരാശംസകൾ നേരുന്നു. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ഇവിടെയുണ്ട് എല്ലാവരും നമ്മളെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ.